രാജസ്ഥാൻ റോയൽസ് വിട്ട് മലയാളി താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമോ? ഈ വർഷത്തെ IPL സീസൺ അവസാനിച്ചതോടെ സഞ്ജുവിന്റെ ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും ഏറ്റവുമേറെ ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യം ഇതാണ്. ഇപ്പോഴിതാ സഞ്ജുവിന്റെ ചുവടുമാറ്റം ഉറപ്പാണെന്ന തരത്തിൽ പ്രചാരണങ്ങളും ശക്തമായിരിക്കുന്നു. ഭാര്യയ്ക്കൊപ്പം സഞ്ജു ഇൻസ്റ്റയിൽ പങ്കുവച്ച ഈ ഒരു പോസ്റ്റാണ് ആരാധകർക്ക് ഇക്കാര്യത്തിലുള്ള സംശയം ബലപ്പെടുത്തിയത്. ഒറ്റനോട്ടത്തിൽ ഇരുവരും റോഡ് മുറിച്ചു കടക്കുന്ന ഒരു ചിത്രം. എന്നാൽ ആരാധകർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല. അതിനുള്ള പ്രധാന കാരണം ഫോട്ടോയ്ക്ക് സഞ്ജു നൽകിയ അടിക്കുറിപ്പാണ്. ടൈം ടു മൂവ്, അതായത് മാറാൻ സമയമായി എന്നായിരുന്നു ആ അടിക്കുറിപ്പ്. ഇരുവരും റോഡിലെ മഞ്ഞവര മറികടന്ന് പോകുന്നതാണ് ഫോട്ടോയുടെ പശ്ചാത്തലം. പോസ്റ്റിനൊപ്പം നൽകിയിരിക്കുന്ന ഗാനമാണെങ്കിൽ തമിഴ് ചിത്രമായ ഏഴാം അറിവിലേതും. ഇതെല്ലാം ഒത്തുവന്നതോടെയാണ് സഞ്ജുവിൻ്റെ പോസ്റ്റിനെ ആരാധകർ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റമായി വ്യാഖ്യാനിച്ചത്. സഞ്ജുവിന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സ്വാഗതം. CSK അവരുടെ പുതിയ നായകനെ തീരുമാനിച്ചു. സന്ദേശം ക്ലിയറാണ് ചേട്ടാ, സഞ്ജു ബ്രോ ഇനി മഞ്ഞ ജേഴ്സിയിൽ എന്നിങ്ങനെ നീളുന്ന ആരാധകരുടെ 100 കണക്കിന് കമൻറ്റുകളും പോസ്റ്റിന് ചുവടെ കാണാം. എന്നാൽ ഇതെല്ലാം ആരാധകരുടെ കണക്കുകൂട്ടലും പ്രതീക്ഷയും മാത്രമാണ്. സഞ്ജു രാജസ്ഥാൻ വിടുന്നത് സംബന്ധിച്ചോ ചെന്നൈയിലേക്ക് ചേക്കേറുമെന്നത് സംബന്ധിച്ചോ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. 4000-ലേറെ റൺസോടെ രാജസ്ഥാനായി IPL-ൽ ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത താരമാണ് സഞ്ജു. എന്നാൽ ടീം തീർത്തും നിറമങ്ങിയ ഇക്കഴിഞ്ഞ സീസൺ രാജസ്ഥാനും സഞ്ജുവിനും ഒരുപോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. പരിക്കേറ്റതിനെ തുടർന്ന് സീസണിലെ മുഴുവൻ മത്സരവും കളിക്കാനും സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. സഞ്ജുവിന്റെ അഭാവത്തിൽ റിയാൻ പരാഗ് നയിച്ച രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ചെന്നൈയുടെ പ്രകടനവും സമാനമായിരുന്നു. ഋതുരാജിന് പരിക്കേറ്റതോടെ നായകസ്ഥാനം ഏറ്റെടുത്ത് ധോണി ചെന്നൈയെ നയിച്ചെങ്കിലും ഏറ്റവും അവസാന സ്ഥാനത്താണ് ടീം സീസൺ അവസാനിപ്പിച്ചത്. ഇതോടെ തീർത്തും നിറമങ്ങിയ ധോണി അടുത്ത സീസണിൽ ചെന്നൈയിൽ ഉണ്ടാകില്ലെന്നും പകരക്കാരനായി സഞ്ജു ടീമിലെത്തുമെന്നും ആ ഘട്ടത്തിൽ തന്നെ പലരും അഭിപ്രായപ്പെട്ടിരുന്നു. ഇതാദ്യമായല്ല സഞ്ജു രാജസ്ഥാൻ വിടുകയാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. മുൻ വർഷങ്ങളിലും സമാനമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വെറും അഭ്യൂഹം മാത്രമായി നിലനിൽക്കില്ലെന്നാണ് ആരാധകരുടെ പക്ഷം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 2026 IPL സീസണിന് മുന്നോടിയായുള്ള മിനി ലേലത്തിലൂടെ സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് അവസരമുണ്ട്. എന്നാൽ അതിനും ലേലത്തിനു മുമ്പായി സഞ്ജുവിനെ രാജസ്ഥാൻ റിലീസ് ചെയ്യണം. സഞ്ജുവിനെ കൈവിട്ടാൽ രാജസ്ഥാന് അത് വലിയ നഷ്ടമാവുകയും ചെയ്യും. ജോസ് ബട്ട്ലർ അടക്കമുള്ള പ്രമുഖ താരങ്ങളെ കൈവിട്ടതടക്കം മാനേജ്മെന്റിന്റെ പല തീരുമാനങ്ങളും സഞ്ജു എന്ന നായകന് തിരിച്ചടിയുണ്ടാക്കിയെന്നും ടീമിനുള്ളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്നുമുള്ള സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതേസമയം കരിയറിന്റെ ഭൂരിഭാഗവും രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായിരുന്ന സഞ്ജുവിനെ ഒരു കാരണവശാലും രാജസ്ഥാൻ കൈവിടില്ലെന്ന് വാദിക്കുന്ന ആരാധകരുമുണ്ട്. അടുത്ത സീസണിൽ ഗംഭീര തിരിച്ചുവരവ് നടത്താൻ രാജസ്ഥാന് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ആവശ്യമാണെന്നാണ് അവരുടെ പക്ഷം. ടീമിലെ സൂപ്പർ താരവും നായകനുമായ സഞ്ജുവിനെ കൈവിടാൻ രാജസ്ഥാൻ ഒരുക്കമാകുമോ എന്നറിയാൻ കുറച്ചു മാസം കൂടി കാത്തിരിക്കേണ്ടി വരും.